കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമിയുടെ ഇടത് കൈക്ക് അസാമാന്യ കരുത്തുണ്ടെന്ന റിപ്പോർട്ടുമായി പോലീസ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന ജയിൽ ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിച്ചിരിക്കുന്നത്. ജയിൽ ചാട്ടത്തിന് ജീവനക്കാരോ സഹതടവുകാരോ സഹായിച്ചതിന് തെളിവുകളില്ല. സെല്ലിൽ തുണി എത്തിയതിൽ ആശയക്കുഴപ്പമുണ്ട്. അഴികൾ മുറിച്ചതിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. മാസങ്ങളുടെ ആസൂത്രണത്തിന് ശേഷമാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത്. 28 ദിവസത്തോളം എടുത്താണ് സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയത് എന്നാണ് വിവരം. നിലവിൽ ഗോവിന്ദസ്വാമിയെ കൂടുതൽ സുരക്ഷയുള്ള വിയൂർ സി ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗോവിന്ദസ്വാമി പുറത്തു ചാടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സെല്ലിലെ കമ്പിയുടെ താഴ്ഭാഗം മുറിച്ചു മാറ്റിയ ശേഷം ആ വിടവിലൂടെ നിരങ്ങി പുറത്തിറങ്ങുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. സെല്ലിന് പുറത്തിറങ്ങിയതിനു ശേഷം 3 തവണയായി തുണി ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ എടുക്കുന്നതും കാണാൻ സാധിക്കും. അതേസമയം പോലീസ് റിപ്പോർട്ട് കൊണ്ട ദുരൂഹതകളൊന്നും തന്നെ ഒഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അസാമാന്യ കരുത്ത് ഇടത് കൈക്കുണ്ട് എന്ന് പറയുമ്പോഴും ജയിൽ അഴി എങ്ങനെ മുറിഞ്ഞുവെന്നും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം അതിജീവിച്ച് എങ്ങനെയാൽ പുറത്തു ചാടിയെന്നതും ഒരു ചോദ്യമായി നിൽക്കുകയാണ്. ഇലക്ട്രിക് ഫെൻസിംഗ് അടക്കമുണ്ടായിട്ട് എങ്ങനെ അത് മറികടക്കാനായി എന്ന സംശയങ്ങളും ഇവിടെ പരക്കുന്നുണ്ട്. ഏകദേശം 7.5 മീറ്റർ ഉയരമുള്ള മതിലാണ് ഒരു കൈ മാത്രമുള്ള പ്രതി ചാടിക്കടന്നിരിക്കുന്നത്. അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നാണ് ഞെട്ടിക്കുന്നത്. CCTV സുരക്ഷാ സംവിധാനം അടക്കം ജയിലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജയിൽ DGP കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിക്കാനെത്തിയ ദിവസത്തിലാണ് ഗോവിന്ദസ്വാമിയും ജയിൽ ചാടുന്നത്. DGPയുടെ സന്ദർശനം പ്രമാണിച്ച് ജയിലിലെ ജീവനക്കാരുടെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞിരിക്കാമെന്നും ആ അവസരം ഗോവിന്ദസ്വാമി മുതലെടുത്തതാകാമെന്നും കരുതുന്നുണ്ട്.